നമസ്കാരം. വിഷുമായി സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ നക്ഷത്രക്കാർക്കും ജ്യോതിഷപ്രകാരം നല്ല സമയം മോശ സമയം ഒക്കെ ഉണ്ട്. ജൂലൈ മാസത്തിൽ ഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ നക്ഷത്രക്കാർ ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളെല്ലാം മാറി ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതുവരെ ഉണ്ടായിരുന്ന ദോഷങ്ങളെല്ലാം മാറി ഗുണകരമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ നക്ഷത്രം രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ മാർഗങ്ങളിൽ നിന്ന് പണം ലഭിക്കും. സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറി സകലവിധ ഐശ്വര്യം അവർക്കുണ്ടാകുന്നതായിരിക്കും. അവർക്ക് ഭാഗ്യദേവത കടാക്ഷിക്കാനൊക്കെ യോഗമുള്ള സമയമാണ് ഇപ്പോൾ. അടുത്ത നക്ഷത്രം മകമാണ്. മകൻ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഠിനമായ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. അപമാനങ്ങളും ഒക്കെ മാറുന്ന ഒരു സമയമായിരിക്കും. അവർക്ക് അധികാരങ്ങളൊക്കെ ലഭിക്കാനുള്ള സമയമാണ്. പുത്തൻ അവസരങ്ങളൊക്കെ അവരെ തേടിയെത്താനും ഒരുവിധ ഭാഗ്യ അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നതുമായിരിക്കും. അടുത്ത നക്ഷത്രം ചിത്തിരയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് പ്രണയ നൈരാശ്യവും ഒക്കെ മാറിക്കിട്ടാനൊക്കെ പറ്റിയ സമയമാണ്. പുതിയ വീട്, വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവാനൊക്കെ ഉള്ള സമയമാണ് അവർക്ക്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് വിദേശ യാത്രയ്ക്കൊക്കെ അനുയോജ്യ സമയമായിരിക്കും. ബിസിനസ്സുകാർക്കൊക്കെ വലിയ രീതിയിൽ ലാഭങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കഷ്ടപ്പാടുകൾക്കൊക്കെ ഫലം ലഭിക്കുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സകലവിധ ഐശ്വര്യം അവർക്കുണ്ടാകുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് എല്ലാത്തിനും സമയം അനുകൂലം എന്ന് പറയാം. മനസ്സമാധാനമൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള യോഗമുണ്ട്. ശരീരത്തിനും മനസ്സിനും ഉന്മേഷവും, അവർക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ മാറാനും വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സമയമാണ് അവർക്ക്. അപ്പോൾ എല്ലാവർക്കും ജൂലൈ മാസം ശുഭകരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിഷുമായ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.